മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഏറ്റവും കൂടുതലായി റഹ്മത്ത് ചെയ്ത മനുഷ്യനും നബിതങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതലായി പ്രയാസം അനുഭവിച്ച ആളും. ജനിക്കണേന്റെ മുമ്പ് വാപ്പ മരിച്ചു. നബിതങ്ങൾ ഉമ്മാന്റെ വയറ്റിൽ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. അതും ഒരു യാത്രയിലാണ്. മദീനയിലേക്ക് പോയി മടങ്ങി വരുമ്പോ അബവാ എന്ന സ്ഥലത്ത് വെച്ചാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ വഫാത്താകുന്നത്. 6-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ഉമ്മാന്റെ മയ്യത്ത് മറവിയേണ്ടി വന്നാൽ ഉണ്ടാകാവുന്ന അവസ്ഥ എന്താണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച അവസ്ഥ. അതൊക്കെ പറയുമ്പോഴും അല്ലാഹു തആല ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് മുഹമ്മദ് നബിക്ക് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജനിക്കണേന്റെ മുമ്പ് വാപ്പിയും മരിച്ചിട്ട് 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചിട്ട് അല്ലാഹു തആല റഹ്മത്ത് ഏറ്റവും ചെയ്തത് നബിതങ്ങൾക്കാണ് എന്ന് വന്നാല് ഒരു കാര്യം മനസ്സിലാവും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് തിരിയും. കാരണം റഹ്മത്ത് എന്ന് പറഞ്ഞപ്പോ ജനിക്കണതിന് മുമ്പ് വാപ്പ ഒരിക്കലും 6-ാം വയസ്സിൽ ഉമ്മ ഒരിക്കലും ഒന്നും അല്ലല്ലോ നമ്മളെ അഭിപ്രായത്തില്. നമ്മളെ അഭിപ്രായത്തില് റഹ്മത്ത് എന്ന് പറഞ്ഞാല് രാവിലെയും ചിക്കനാണ്, ഉച്ചക്കും ചിക്കനാണ്, രാത്രിയും ചിക്കനാണെങ്കിൽ ഭയങ്കര റഹ്മത്താണ് എന്ന് പറയും. ബർക്കത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് നല്ല ബർക്കത്താണ് എന്ന് പറഞ്ഞാല് പെരപ്പണിയൊക്കെ വേഗം തീരുന്നുണ്ട് എന്നാണ് നമ്മൾ അർത്ഥം വെക്കല്. ഞേമത്താണ് പറഞ്ഞാലും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഗൾഫിൽ നിന്ന് നല്ല പൈസ അയക്കുന്നുണ്ട് എന്നാണ് ഞേമത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം വെക്കല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ കൊറോണയേക്കാൾ പ്രയാസമുള്ള ഒരു സമയമാണല്ലോ ശരിക്കത്. കൊറോണ പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ എന്തായാലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വാപ്പല്ലാത്തതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മല്ലാത്തതാണ്. അത് രണ്ടും നന്നേ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ച ആളാണ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാറുർ റഹ്മ, റഹ്മത്തിന്റെ വീട് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർഗാണ്. ദാറുൽ ബറക്ക എന്ന് പറഞ്ഞാലും സ്വർഗാണ്. ദാറുൻ നിഅമ എന്ന് പറഞ്ഞാലും സ്വർഗാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ തൽക്കാല റഹ്മത്ത്, ബർക്കത്ത്, നിഅമത്ത് എന്നൊക്കെ പറയാമെങ്കിലും യഥാർത്ഥ റഹ്മത്ത് മുസ്തഫായ നബിതങ്ങളെ കിട്ടലാണ്. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ നിഅമത്ത് എന്ന് പറഞ്ഞാല് സ്വർഗം കിട്ടലാണ്. യഥാർത്ഥ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതും സ്വർഗം കിട്ടലാണ് എന്ന് മനസ്സിലാക്കാം. അവിടെ നിന്നിട്ട് നബിതങ്ങൾക്ക് പ്രയാസം മാത്രമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് ചോദിച്ചു, പുന്നാര നബിയെ, എല്ലാ നിലയിലും നിങ്ങളെ സംരക്ഷിക്കാനുണ്ടായിരുന്ന അബൂ ത്വാലിബും നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു നിഴലായി ഉണ്ടായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഒരേ വർഷം മരണപ്പെട്ടതല്ലേ നിങ്ങൾ ദുനിയാവിൽ അനുഭവിച്ച ഏറ്റവും വലിയ അടങ്ങേറ് എന്ന് ചോദിച്ചു ആയിഷ ബീവി. നബി തങ്ങളുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണത്. ഇത് രണ്ടും നടന്ന കൊല്ലത്തെയാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരേ കൊല്ലാണ് രണ്ടും ഉണ്ടായത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബ്ദുള്ള എന്നവരുടെയും വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെയും വഫാത്തിന് ശേഷം എല്ലാ പ്രതിസന്ധിയിലും നബി തങ്ങളെ സഹായിച്ച ആള് അബൂ ത്വാലിബായിരുന്നു. എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ. അബൂ താലിബാണ് ഏറ്റവും സഹായിച്ചത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റെടുത്തത് അബൂ ത്വാലിബാൻ. ഒരിക്കൽ ഖുറൈശികൾ ഒരു യോഗം ചേർന്നു. ഖുറൈശികൾ ഒരു യോഗം ചേർന്നിട്ട് ഓലിങ്ങനെ ചർച്ച ചെയ്ത് ഈ മുഹമ്മദിനോട് എന്ത് പറഞ്ഞിട്ടും കേൾക്കണില്ല. നമ്മളൊരു കാര്യം ചെയ്യാം, മുഹമ്മദിന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് അബൂ താലിബാണ്, മൂപ്പരൊന്ന് കണ്ട് വിവരം പറയാൻ തീരുമാനിച്ചു. മക്കത്തെ പ്രധാനികളായ ആളുകൾ അബൂ ജാഹിൽ, അബൂ സുഫിയാൻ, പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ കൂടിയും കണ്ട്
അബൂ താലിബിന്റെ അടുത്ത് വന്നു ഒരു ദിവസം വൈകുന്നേരം. വന്നുകാണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലോകിയൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു, ഇതിനപ്പോ ഞങ്ങൾ വന്നത് ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. നമ്മൾ കല്യാണ നിശ്ചയത്തിനൊക്കെ പോണമാതിരി ഇല്ലാറിഞ്ഞ. അതിൽ പറഞ്ഞു, ഇവിടെ നമ്മളെ പാരമ്പര്യമായി തുടർന്നു വരുന്ന രീതികളെയും നമ്മളെ പടച്ചവന്മാരൊക്കെ നിങ്ങളെ മകൻ മുഹമ്മദ് ചീത്തറിഞ്ഞാണ്ട് നടക്കണ വിവരപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നാട്ടിൽ വലിയ വിഷമുണ്ട്, അതുകൊണ്ട് ഓനഞ്ഞതിന് പിന്മാറിയില്ലെങ്കിൽ തന്നെ ഒന്ന് പെരയിൽ അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ തിരക്കേണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അബൂ താലിബിനും തോന്നി അതൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്, ഇനിയിപ്പോ പിന്മാറുന്നില്ലെങ്കിൽ ഒന്ന് അടങ്ങിയിരുന്നാല് നല്ലതാണല്ലോ. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ അബൂ താലിബ് പറഞ്ഞു, മോനെ ഇന്നിവിടെ ആരൊക്കെ വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? മക്കത്തെ പ്രമുഖര് മൊത്തത്തിലുണ്ടയില് എല്ലാരും ഉണ്ട്. ഓല് വന്നത് മോനെ എന്നോടൊന്ന് അടങ്ങിയിരിക്കാൻ വരാനാണ്. അതുകൊണ്ട് വാപ്പാന്റെ കുട്ടി ഈ പറയുന്ന വർത്താനത്തിന്ന് പിന്മാറണില്ലെങ്കിലും ഒന്ന് വീട്ടിലൊന്ന് അടങ്ങിയിരുന്നാ നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എളാപ്പ ഒരു കയ്യിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ഈ ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല. പരമാവധി ഞാനാണ്ട് ഇല്ലാതാവുന്നേ ഉള്ളൂ, എന്നാലും ഈ ഭരണ വർത്താനം നിർത്തൂല. അതിൽ എളാപ്പ പറഞ്ഞു, എൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതെന്താച്ചാ പറഞ്ഞു, എനിക്കൊന്നും പറ്റൂല, ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ അബൂ താലിബ്. ആ അബൂ താലിബ് മരണപ്പെട്ടു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ എല്ലാ പ്രതിസന്ധിയിലും നിന്ന ആളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവിയെ നബി തങ്ങൾ വിവാഹം കഴിച്ചപ്പോ ഖുറൈശികൾ ഇങ്ങനെ പറഞ്ഞു പരത്തി, ഖദീജക്ക് ഇപ്പൊ ഏറെക്കുറെ പുതിയാപ്പിളാരെ കിട്ടാണ്ടായിട്ട് പൈസയും മുതലൊന്നുമില്ലാത്ത ഒരു ഫക്കീറായ ദരിദ്രനായ ഒരു യത്തീം കുട്ടിനെ അത്രപ്പോ കിട്ടിയത് എന്ന് പറഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ സുലൈഖ ബീവി നടത്തിയതുപോലെ വീട്ടിൽ ഒരു സൽക്കാരം നടത്തി. സുലൈഖ ബീവി പെണ്ണുങ്ങളെയാണ് സൽക്കാരത്തിന് വിളിച്ചിരുന്നത്, ഖദീജ ബീവി ആണുങ്ങളെയാണ് വിളിച്ചത്. മക്കത്തെ ആണായി പറന്ന പ്രധാനികളെ എല്ലാരും വിളിച്ചു, ഒരു സൽക്കാരം. എല്ലാരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഖദീജ ബീവി എഴുന്നേറ്റുന്നിട്ട് പറഞ്ഞു, മക്കത്തെ പ്രമുഖരായ ആൾക്കാരെ നിങ്ങളെല്ലാരും അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാണ്. ഞാൻ എൻ്റെ ഉള്ളോടത്തോളം മുതൽ മുഴുവൻ മുഹമ്മദിന് കൊടുത്തിരിക്കുന്നു. ഇന്ന് മുതൽ ഞാനാണ് ഫക്കീറായിട്ടുള്ളത്, മുഹമ്മദാണ് സമ്പന്നൻ എന്ന് പറഞ്ഞു. അതിപ്പോ ഖദീജാബിന്റെ കോന്തൽക്ക് കുറച്ച് ചില്ലറക്കായി ഉണ്ടാവും, അവൻ കൊടുത്തു കഴിക്കാരെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ 20,000 റുപ്യ കഴിക്കാരെന്നോ അല്ലെങ്കിൽ 10 പവന്റെ വണ്ട കഴിക്കാരെന്നൊന്നും വിചാരിക്കണ്ട. ഖദീജാബിക്ക് അക്കാലത്ത് സൂപ്പർ മാർക്കറ്റാണ്. അന്നത്തെ സൂപ്പർ മാർക്കറ്റും ഇന്നത്തെ സൂപ്പർ മാർക്കറ്റും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 40 ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ഭാണ്ഡങ്ങൾ, കൊല്ലത്തിൽ 2 പ്രാവശ്യം തകൃതിയായ കച്ചവടങ്ങൾ, 40 കുടുംബത്തിനെങ്കിലും ഒരു കൊല്ലം ജീവിക്കാനുള്ള വരുമാന മാർഗം, 6 മാസത്തെ കച്ചവടത്തിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ സമ്പത്തും ഖദീജ ബീവിന്റെ സ്വന്തം. അതാണ് കൊടുത്തു. അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടിയിട്ട് എന്താ ചെയ്തതെന്നറിയോ? അത് മുഴുവനായും സ്വതക്ക കൊടുത്തു തീർത്തു. അവൻ കൊടുത്തത് തീർത്തു, പിന്നെ ഒന്നും ബാക്കിയായില്ല, അങ്ങനെ കൊടുത്തു. എന്തായാലും നബി തങ്ങൾ സമ്പന്നനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഓരോട് പറഞ്ഞു, ഇന്ന് മുതൽ ഞാൻ ഫക്കീറാണ്, മുഹമ്മദാണ് ധനികൻ എന്ന് പറഞ്ഞു. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നു ഖദീജ ബീവി. വഹി ഇറങ്ങിയ സ്ഥലം ഖദീജ ബീവിയുടെ സെലക്ഷനാണ്. ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ ഖദീജ ബീവി സെലക്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയോട് പറഞ്ഞു, എനിക്ക് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനൊന്ന് ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നേരം വെളുക്കുമ്പോ ഒന്ന് നടന്നുങ്ങാണ്ട് പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന് നോക്കിക്കാളി, ഉറപ്പിക്കണേന്റെ മുന്നേ എന്നോട് വിവരം പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ പോയി ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കിയപ്പോ കഅബ കാണാണ്ട്. പറ്റിയ സ്ഥലമാണ് എന്ന് തോന്നിയപ്പോ ഖദീജ ബീവിനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു.
മുപ്പത്തിയേര് പറഞ്ഞു, എന്നാ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ പോയി നോക്കിയിട്ട് ഇങ്ങനെ ജബലുന്നൂറിന്റെ മുകളിൽ കയറി. നമ്മൾ സ്ത്രീകളുള്ളതുകൊണ്ട് പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റേ സ്ത്രീകൾക്ക് നമ്മളിവിടെ നിസ്കരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ജമാഅത്തായിട്ട് നിർവഹിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ജബലുന്നൂറിന്റെ മുകളിൽ കയറിയിട്ട് താഴെ ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നോക്കിയപ്പോ ഖദീജ ബീവിക്ക് ഇഷ്ടപ്പെട്ടു. നനച്ചീറിന്റെ കാട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി. എന്നിട്ട് പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. ഗോതമ്പ് മാവും ഉപ്പും പച്ചവെള്ളവും കാരക്കയും എടുത്തൊടുത്തു. ഒരു കീഴില് ഗോതമ്പ് മാവ്, ഉപ്പ്, കാരക്ക ഒരു തോൽപാത്രത്തിൽ വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞു പൊയ്ക്കോളിയാറും. അങ്ങനെ പറഞ്ഞയച്ചു. വിശക്കുന്ന സമയത്ത് ഗോതമ്പ് മാവും ഉപ്പും വെള്ളം കൂടിയും ചേർത്ത് ഉരുട്ടിയിട്ട് അത് കഴിക്കും. അതിന്റെ മേലെ വെള്ളം കുടിക്കും, കാരക്കയും കഴിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 റമദാൻ മാസങ്ങളിലെ 2 മാസം, ഓരോ മാസം വീതം 2 കൊല്ലം, 2 റമദാനിലാണ് ജബലുന്നൂറിന്റെ ഹിറാ ഗുഹയിൽ മുസ്തഫായ നബി തങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇടയ്ക്കൊക്കെ നബി തങ്ങൾ വന്നിട്ട് ഭക്ഷണവുമായി മടങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ വരാത്ത ദിവസം സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി അങ്ങോട്ട് പോകുമായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിനോ ഉംറക്കൊക്കെ പോണ ആൾക്കാര് ജബലുന്നൂറിന്റെ താഴെ ചെന്നിട്ട് മേപ്പിട്ട് വെക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, ആ മേലെ കൂടി ഒരു വെളുത്ത അടയാളം പോണുണ്ടില്ലേ, അത് മനുഷ്യന്മാരാണ് എന്ന് പറയും ഉംറക്ക് കൊണ്ടുപോയ ആൾക്കാര്. എന്നിട്ട് പറയും അങ്ങോട്ട് കയറൊന്നും വേണമെന്നില്ല, അതിനൊന്നും വലിയ പോരിശല്ല, നമുക്ക് ഇവിടെ ഇരുന്ന് ദ്വാരക്കാൽ ഫാത്തിഹ എന്ന് പറയും. അള്ളാന്റെ റസൂല് കയറിയോടത്തേക്ക് കയറണേന് പോരിശൊക്കെ ഉണ്ട്. ഊരോണ്ട് കയറാൻ പറ്റൂലെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ശരി. ഊര വിലങ്ങളില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. ഊരോണ്ട് വെച്ചെങ്കിൽ കയറണ്ട. പക്ഷെ പോരിശല്ല എന്ന് എന്തിനാ പറയണത്? പോരിശൊക്കെ ഉണ്ട്. നബി തങ്ങൾ കയറിയോടത്തേക്ക് കയറുക, നബി തങ്ങൾ ഇരുന്നോടത്ത് ഇരിക്കുക, നബി തങ്ങൾ നടന്ന മാതിരി നടക്കുക, നബി തങ്ങൾ ചിരിച്ചോടത്തെത്തുമ്പോൾ ചിരിക്കുക, അതിനൊക്കെ പോരിശുണ്ട്, എല്ലാറ്റിനും പോരിശുണ്ട്. മുസ്തഫായ നബി തങ്ങളോട് സലാം പറയാൻ വേണ്ടിയിട്ട് ദാറുസ്സലാമിൽ കൂടി നമ്മളിങ്ങനെ ബാബുസ്സലാമിൽ കൂടി എങ്ങനെയാണ് ചെല്ലുമ്പോ കടന്നിങ്ങനെയാണ് പോകുമ്പോ വലത് സൈഡില് മുകളിലേക്ക് നോക്കിയാല് ഇതേപോലെ നല്ല ടൈൽസ് ഇട്ടതിന്റെ ഇടയിൽ ഒരു അര ടൈൽസിന്റെ സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു ഓടും പൊട്ട് ഇങ്ങനെ വെച്ച മാതിരത്തിൽ അടയാളം ഉണ്ടാവും. ചുവന്ന പൈന്റ് ഇങ്ങനെ ചതുരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നബി തങ്ങളോട് സലാം പറയാൻ വേണ്ടി റൗദന്റെ അടുത്തേക്ക് നമ്മൾ ഇങ്ങനെ കടന്ന് ചെന്നേക്കിന് 2ാമത്തെ വാതിലൻ കടക്കണ ഉടനെ വലതു ഭാഗത്തേക്ക് നോക്കുക. ചുമരും ഇങ്ങനെ മേലേക്ക് നോക്കുക. ആ ബോക്സ് നിൽക്കുന്നതിന്റെ ദേശം കൂടി മേലെ അത്ര ഉയരത്തിലേക്ക് നോക്കുക. മൊത്തം ടൈൽസ് ഇട്ടതിന്റെ ഒരു അര ടൈൽസിന്റെ ഗ്യാപ്പില് ചതുരത്തിൽ ഒരു കള്ളി, അതിൽ ഓടും പൊട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട്, ചുവന്ന പെയിന്റ് അടിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയങ്ങള്? അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിരുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് വെള്ളം ചാടിയിരുന്നു. അബ്ബാസ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പള്ളിയേക്ക് നടന്നോണ ആൾക്കാരെ മേത്തേക്ക് വെള്ളമാകുന്ന തരത്തിൽ ഇങ്ങനെ വെള്ളം ചാടിയിരുന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളം ആളുകളുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാത്തി വെച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനവറുകൾക്ക് ഈ പാത്തി ഇവിടെ ഇങ്ങനെ എന്തിനാ നിൽക്കണെന്ന് മനസ്സിലായില്ല. അപ്പൊ മുമ്പ് അത് ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ അത് ആവശ്യമൊന്നുമില്ല, വെറുതെ നിൽക്കുന്ന ഒരു പാത്തി മൂപ്പരെ വലിച്ചിട്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബേ, ഈ പാത്തി ഏതാണെന്നറിയുമോ നിങ്ങൾക്ക്? ഇത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് വരുന്ന വെള്ളം ആളുകളുടെ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടി നബിതങ്ങൾ വെച്ചതാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ കുമ്പിട്ടുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ കുമ്പിട്ടുന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, കയറ് പുറത്ത് കയറണം. ആര്? രാജാവാണെന്ന് ഉമർ ഖത്താബേ. മുപ്പരിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, കയറ് പുറത്ത് കയറണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് കയറ്റിയിട്ട് ആ പാത്തി കൈ കൊടുത്തിട്ട് അവിടെ തന്നെ വെക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്.
ആ സ്ഥലമാണ് അടയാളപ്പെടുത്തി കാണുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറിയോടത്തേക്ക് കയറുന്നത് പോരിശുണ്ട്. നബി തങ്ങൾ ഉപയോഗിച്ച എല്ലാം പോരിശുണ്ട്. നബി തങ്ങൾ ഇരുന്നോടത്ത് ഇരിക്കാൻ പറ്റിയാൽ അതിനും പോരിശുണ്ട്. നബി തങ്ങൾ നടന്നോടത്ത് കൂടെ നടക്കാൻ പറ്റിയാൽ അതിനും പോരിശുണ്ട്. എല്ലാറ്റിനും പോരിശക്കുണ്ട്. ഊര വിലങ്ങൂലെങ്കിൽ കയറണ്ട, അത് വേറെ കാര്യം. എന്തായാലും ആ സ്ഥലം 9.5 കിലോമീറ്റർ ആണത്രേ ഏകദേശം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഹിറാ ഗുഹയിലേക്കുള്ള ദൂരം. 9.5 കിലോമീറ്റർ ആണ് ദൂരം. ബംഗാളികള് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് കയറാൻ പറ്റാത്ത ആ സ്ഥലത്തേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാരക്കയും പച്ചവെള്ളവും ഉപ്പും ഗോതമ്പുമാവുമായി എല്ലാ ദിവസവും നടന്നു പോകാറുണ്ടായിരുന്നത് അറിഞ്ഞിട്ട് നബി തങ്ങളുടെ വളർത്തുപുത്രനായ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പുണ്യ നബിയോട് ആ ഖദീജ ബീവിയോട് പറഞ്ഞു, വല്യമ്മ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ ഇങ്ങനെ ഇടങ്ങാറായിട്ട് 9.5 കിലോമീറ്റർ നടന്നുങ്ങാണ്ട് പോണ്ട എന്ന് പറഞ്ഞു. നമ്മള് മനസ്സിലാകുന്ന കോലത്ത് പറയുകയാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഉംറക്ക് വരുന്ന ഒരു തായെന്ന് മേപ്പെട്ട് നോക്കണ ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഇടങ്ങാറായിട്ട് പോണ്ട എന്ന് പറഞ്ഞു ഉസാമത്ത് ബിനു സെയ്ദ്. അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. വേറെ ആര് കൊടുത്താലും അങ്ങോട്ട് എത്താത്തോണ്ടല്ല, അത് ആര് കൊണ്ടു കൊടുത്താലും എത്തും. എന്നാലും എന്റെ ഭർത്താവിന് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 53 വയസ്സ് ഏകദേശം 25ഉം 10ഉം 40ഉം 15ഉം ഖദീജ ബീവി റളിയല്ലാഹു നബി തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബീവിക്ക് 40 വയസ്സ്, നബി തങ്ങൾക്ക് 25 വയസ്സ്. ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ നബി തങ്ങൾക്ക് 40 വയസ്സ്. അപ്പൊ 15 വയസ്സ് കൂടി 55 വയസ്സ്. 55 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്റെ ഭർത്താവിന് ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് നടന്നു പോണത്. ആ ഖദീജ ബീവി വഫാത്തായതും അബൂ താലിബ് വഫാത്തായതും ഒരേ വർഷം. അതിനെയാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, പുന്നാര നബിയെ, ആമുൽ ഹുസ്ൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദുഃഖവർഷത്തിലെ അബൂ താലിബ് വഫാത്തായതും ഖദീജ ബീവി വഫാത്തായതുമല്ലേ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രയാസകരമായ രംഗമെന്ന് ചോദിച്ചപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ല, അതല്ല വേറെ സംഭവം ഉണ്ടായി പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്ത് ചോദിച്ചു? ഞാൻ മക്കയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. എന്റെ കൂടെയുണ്ടായിരുന്ന പല ആളുകളും ഹബശയിലേക്ക് യാത്ര ചെയ്തു. മക്കക്കാർ അവരെ തേടി പിടിച്ച് ഇങ്ങോട്ട് തന്നെ കൊടുങ്ങാണ്ട് പിന്നെയും പീഡിപ്പിച്ചു. അവസാനം മക്കയിൽ നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഞാൻ ത്വായിഫിലേക്ക് യാത്ര ചെയ്തു. ഏകദേശം 100ഓളം കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് ത്വായിഫിലേക്കുള്ളത്. 100 കിലോമീറ്റർ നടന്നുകൊണ്ട് യാത്ര ചെയ്തു ത്വായിഫിലേക്ക്. ത്വായിഫിൽ ചെന്ന് 10 ദിവസം കുടുംബക്കാരുടെ വീടുകൾ കയറിയിറങ്ങി. നിങ്ങൾ സ്വീകരിക്കുമോന്ന് ചോദിച്ചു. ഞാൻ അള്ളാനെ പറ്റി പറയുന്നുണ്ട് എന്നേ ഉള്ളൂ, ഞാൻ കക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്, ഞാൻ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നുണ്ട്, കള്ളുടിച്ചരുത് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു പറ്റൂലാർന്നു, ഇവിടെ നടക്കൂലാർന്നു. ആര്? നബി തങ്ങളുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ് ത്വായിഫിലുള്ളത്. മുസ്തഫായ നബി തങ്ങളുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ് ത്വായിഫിലുള്ളത്. ബാപ്പാന്റെ കുടുംബം ഒഴിവാക്കിയാലും ഏറ്റെടുക്കണവരാണ് ഉമ്മാന്റെ കുടുംബക്കാര്. അതാ ത്വായിഫില്. പറ്റൂല, ആ പരിപ്പ് ഇവിടെ വേവൂല എന്ന് പറഞ്ഞു 10 ദിവസം വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് എല്ലാരോടും നിങ്ങൾ എന്നെ സ്വീകരിക്കോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പച്ചവെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞത് 1 ദിവസമല്ല 10 ദിവസമാണ്. തിന്നാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞത് 1 ദിവസമല്ല 10 ദിവസമാണ്. ഒരു രക്ഷയുമില്ലെന്ന് ഉറപ്പായപ്പോ നബി തങ്ങൾ മടങ്ങിപ്പോരാനൊരുങ്ങി. ഒരു മുന്തിരിത്തോട്ടത്തിൽ ചെന്നുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നപ്പോ അവിടുന്ന് ഓടിച്ചു. ഒരു മലന്റെ താഴെ വന്നിരുന്നിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോ മലന്റെ പിന്നിൽ കൂടെ കയറി വന്നിട്ട്
വലിയൊരു കല്ല് ഉരുട്ടിക്കൊടുങ്ങാണ്ട് തലേ കൂടി ഇടാൻ നോക്കി, ഉരുട്ടിട്ടു. ആ കല്ല് വേറൊരു കല്ലുമ്മ തടഞ്ഞു നിന്നു. സൗദി ഗവൺമെന്റ് അവിടെ കമ്പിവേലി കെട്ടിയിട്ട് ഇന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കല്ല് തടഞ്ഞു നിൽക്കുന്നത് കാണാം. നബി തങ്ങൾ അവിടെ നിന്ന് കെട്ടിയ കയ്യ് നിൽക്കാനും പൂർത്തിയാക്കാൻ പറ്റാതെ ഓടി വഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് നിസ്കാരം പൂർത്തിയാക്കിയ സ്ഥലത്ത് തുർക്കികളുടെ ഭരണകാലത്ത് കരിങ്കല്ല് കൊണ്ട് പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. ഇന്നും ആ പള്ളി നിലവിലുണ്ട്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ ത്വായിഫിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോ വരി നിന്ന് ബാക്കിൽ നിന്ന് കല്ലെടുത്തു കൊണ്ടെറിയലായിരുന്നു ത്വായിഫുകാര്. കൂർത്ത പാറക്കല്ലുള്ള പ്രദേശമാണ് ത്വായിഫ് എന്ന് പറഞ്ഞ സ്ഥലം. കൂർത്ത പാറക്കല്ലുള്ള സ്ഥലമാണ് ത്വായിഫ്. കല്ലെടുത്തിട്ട് ബാക്ക് എന്നെറിഞ്ഞു. തിരിഞ്ഞു നോക്കിയാൽ അതെന്റെ കണ്ണിൽ കൊള്ളുമെന്നതിനാൽ ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടി. നബിതങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോ ഓടി 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 ആദ്യമായി നിന്ന സ്ഥലം ഇന്ന് സൗദി ഗവൺമെന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ത്വായിഫിൽ നിന്ന് 48 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. 48 കിലോമീറ്റർ ഓടിയിട്ടാണ് മുസ്തഫായ നബി തങ്ങൾ നിന്നത്. 48 കിലോമീറ്റർ ഓടിയിട്ടാണ് നിന്നത്. ആയിഷ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമമുള്ള രംഗം ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് ആയിഷ. ഹബീബുന റസൂലുള്ളാഹി എന്നിട്ട് പറഞ്ഞു, നിനക്കായിട്ടും പറഞ്ഞു, എനിക്ക് നാളെ അന്ത്യനാളിൽ ശഫാഅത്തിന് അനുമതി കിട്ടിയാൽ മക്കയിൽ നിന്ന് വിശ്വസിച്ചവർക്കും ത്വായിഫിൽ നിന്ന് വിശ്വസിച്ചവർക്കും ഞാൻ ആദ്യമായി ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം